Hi my dear friends, welcome to my channel Nest by Roots. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഡ്രിങ്കുമായാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ചിലപ്പോഴൊക്കെ ഗസ്റ്റ് ഒക്കെ വരാറുണ്ട്. നമ്മൾ അവർക്കായി ഒന്നും കരുതി വെച്ച് കാണില്ല. വീട്ടിൽ ചെറുനാരങ്ങയൊക്കെ ഉണ്ടെങ്കിലും എങ്ങനെയാണ് നമ്മൾ അവർക്കത് ലൈം ജ്യൂസ് മാത്രം കൊടുക്കുക എന്നുള്ള ഡൗട്ടിലായിരിക്കും എല്ലാവരും. എന്നാൽ ഇതേ ലൈം ജ്യൂസ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഗസ്റ്റിനെയൊക്കെ അതിശയിപ്പിക്കുന്ന തരത്തിൽ തന്നെ നമുക്ക് അവരെ സൽക്കരിക്കാം. എന്താണ് അതിൻ്റെ രഹസ്യക്കൂട്ടെന്നല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിന് മുൻപായി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അപ്പം നമുക്ക് ആ രഹസ്യക്കൂട്ട് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ലൈം ജ്യൂസിന് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്. ലൈം ജ്യൂസ് ആണല്ലോ, അപ്പോൾ എന്തായാലും ഒരു ലെമൺ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ഏലക്ക, പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഒരു 1/4 കപ്പ് തേങ്ങ. തേങ്ങ ചിരകി വെച്ചതാണ്. തേങ്ങ പാലാണ് ആക്ച്വലി നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ സ്പെഷ്യൽ ലൈം ജ്യൂസ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമ്മളിതെല്ലാം ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. ലൈം ഞാനിവിടെ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുരു പെടാതെ വേണം, അതുകൊണ്ടാണ് ഞാൻ നീരെടുത്ത് വെച്ചത്. കുരു പെട്ട് കഴിഞ്ഞാൽ നമുക്കതിനൊരു കയ്പ്പ് ചൊയ വരും. പിന്നെ ഇഞ്ചി ഞാനത് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, കഴുകി എടുത്ത് വെച്ചതാണ്. അത് ചെറിയ പീസസായി നമുക്കിതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. കാരണം ഇതൊന്ന് അരഞ്ഞ് കിട്ടണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇഞ്ചിൻ്റെ ടേസ്റ്റൊക്കെ വരുള്ളൂ. നമ്മൾ എടുത്ത് വെച്ച ആ 2 ഏലക്കയും ആ 1/4 കപ്പ് തേങ്ങ ചിരകി വെച്ച ആ തേങ്ങയും കൂടെ ചേർക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് ലൈം ജ്യൂസിനുള്ള അളവാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര ഗ്ലാസ് വേണം അതിനനുസരിച്ച് അളവ് കൂട്ടാവുന്നതാണ്. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്കത് മധുരം നിങ്ങളുടെ അളവിനനുസരിച്ച് ഉപയോഗിക്കാം. നല്ല തണുത്ത വെള്ളം, ഐസ് വാട്ടർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഇപ്പം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അരിച്ചെടുക്കാം. കാരണം തേങ്ങയൊന്നും നല്ലതുപോലെ അരഞ്ഞു കിട്ടില്ല, അതിൻ്റെ ആ പീരിയൊക്കെ നമുക്ക് അരിച്ച് മാറ്റേണ്ടതുണ്ട്. കണ്ടോ, നല്ല പാല് പോലെ ഇല്ലേ? ഇത്രയേ ഉള്ളൂ നമ്മളെ സംഭവം. നമ്മളെ സ്പെഷ്യൽ ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കണ്ടു കഴിഞ്ഞാൽ ആരും പറയില്ല, കുടിച്ചു നോക്കിയാലും ആർക്കും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാകില്ല. അത്രയും ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, എന്നാൽ നമ്മൾ ഗസ്റ്റിനെയൊക്കെ ഒന്ന് സർപ്രൈസ് ചെയ്യിക്കാൻ പറ്റിയ ഒരു തരം ഡ്രിങ്കാണ്. വളരെ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങളും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക.